ഇസ്ലാം എന്ന പ്രമേയം ഈ കാലഘട്ടത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരം, ഇന്ന് ലോകത്തും രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ചർച്ചാ വിഷയം ഇസ്ലാമും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും പദപ്രയോഗങ്ങളുമാണ്. ഇസ്ലാം, ജിഹാദ്, ഇസ്ലാമിലെ സ്ത്രീ, ഇസ്ലാമിലെ സ്വാതന്ത്ര്യം, ഇസ്ലാമും ജനാധിപത്യവും, ഇസ്ലാമും മതനിരപേക്ഷതയും, ഇസ്ലാമും മതരാഷ്ട്രവാദവും, ഇസ്ലാമും പൊളിറ്റിക്കൽ ഇസ്ലാമും തുടങ്ങി ഇസ്ലാമുമായി ബന്ധപ്പെട്ട പദാവലികളും ഇസ്ലാമിക ആശയങ്ങളുമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഒരു 10-20 വർഷം മുമ്പാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് നാം ആളുകളെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. ഇസ്ലാം ദൈവപ്രോക്തമായ ഒരാദർശമാണെന്നും അത് മനുഷ്യാരംഭം മുതൽ നിലനിൽക്കുന്നതാണെന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിയോഗത്തോടുകൂടി പൂർണ്ണമായ ഒരു ജീവിത വ്യവസ്ഥയാണെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ, അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കൂ, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ എന്ന് നമ്മൾ ആഹ്വാനം ചെയ്യേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു ആഹ്വാനത്തിൻ്റെ ആവശ്യമില്ല. ലോകം ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. ലോകം ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അതാണ്. ലോകം ഇന്ന് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അതാണ്. ആ വിഷയത്തിൽ തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനുള്ള നിയോഗമാണ് ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തിട്ടുള്ളത്. ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ നാനാഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന്, ലിബറലുകളിൽ നിന്ന്, പുതിയ യുക്തിവാദികളിൽ നിന്ന്, ഹദീസ് നിഷേധികളിൽ നിന്ന്, എല്ലാറ്റിനെയും, എല്ലാ ജീവിതമാർഗങ്ങളെയും അനുവദിക്കണം എന്ന് വാദിക്കുന്നവരിൽ നിന്ന്, ഫെമിനിസ്റ്റുകളിൽ നിന്ന്, അങ്ങനെ നാനാഭാഗങ്ങളിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആരോപണങ്ങളെല്ലാം ഒരേ പോസ്റ്റിലേക്കാണ് വരുന്നത്, ഇസ്ലാം എന്ന പോസ്റ്റിലേക്ക്. ആ പോസ്റ്റിൽ ഒരു ഗോൾ കീപ്പറുടെ റോളിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, ഈ മുഴുവൻ ആരോപണങ്ങളെയും പ്രതിരോധിക്കാനും ആ മുഴുവൻ ആരോപണങ്ങളുടെയും മുനയൊടിക്കാനും മുഴുവൻ ആരോപകർക്ക് നേരെയും വളരെ പോസിറ്റീവായി ഫോർവേഡിൽ കടന്ന് കളിക്കാനും ആക്രമണം നടത്താനും, ആശയപരമായ ആക്രമണം നടത്താനും ഈ പ്രസ്ഥാനം സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ ക്യാമ്പയിനിലൂടെ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം ചെയ്യുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇസ്ലാമും മുസ്ലിങ്ങളും വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് എന്ന്. ഇത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഒരു പരാമർശമാണ്. ഇത് വസ്തുതയോട് ചേരാത്ത ഒരു പരാമർശമാണ്. ഇത് വസ്തുതയെ കീഴ്ക്കാന്തൂക്ക് കാണുന്നതിന് തുല്യമാണ്. യഥാർത്ഥത്തിൽ ആരാണ് വെല്ലുവിളിയെ നേരിടുന്നത്? വെല്ലുവിളിയെ ഒന്നാമതായി നേരിടുന്നത് ആഗോള സാമ്രാജ്യത്വ ശക്തികളാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള
ഭരണകൂടവും സൈന്യവും അമേരിക്ക നേതൃത്വം നൽകുന്ന മൾട്ടിനാഷണൽ കമ്പനികളുടെ കൂട്ടായ്മകളുമാണ് ഇന്ന് ഏറ്റവും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ചൂഷണം എന്താണെന്ന് ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ജനം ഏത് നിമിഷമാണോ ആ ചൂഷണ വ്യവസ്ഥയെ തിരിച്ചറിയുന്നത്, ആ ചൂഷണ വ്യവസ്ഥക്ക് പകരം വയ്ക്കാവുന്ന സന്തുലിതവും നീതിയിലധിഷ്ഠിതവുമായ ഒരു വ്യവസ്ഥ കണ്ടെത്തുന്നത്, അതുവരെ മാത്രമേ ഈ ചൂഷണാത്മകമായ ലോകത്തിന് നിലനിൽപ്പുള്ളൂ. ലോകത്തുള്ള ലിബറലുകളുണ്ട്. ആ ലിബറലിസത്തിന്റെ എല്ലാ തരത്തിലുമുള്ള പ്രത്യാഘാതങ്ങൾ ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സർവതന്ത്രരായി മനുഷ്യർ, സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ കൂത്താടിക്കൊണ്ടിരിക്കുന്ന, കൂത്താടാൻ അനുവാദം നൽകുന്ന ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകതയായ ലിബറലിസം ഉണ്ടല്ലോ, ആ ലിബറലിസത്തിൽ ഇന്ന് ലോകം മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ ലിബറലിസമാണ് ഇന്ന് വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാശയം. അതിനു പകരം മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്വതന്ത്രമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ആ സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടതുണ്ട്. പക്ഷേ അവനെ നിയന്ത്രിക്കുന്ന, അവന് ദിശാബോധം നൽകുന്ന ഒരു മൂല്യവ്യവസ്ഥിതിയുടെ ആവശ്യമുണ്ട്. ആ മൂല്യവ്യവസ്ഥിതി നൽകുന്ന സംഭാവനകളെ ഏതു നിമിഷം ലിബറൽ കമ്മ്യൂണിറ്റികൾ തിരിച്ചറിയുവാൻ ശ്രമിക്കുന്നുവോ, അത് സാധ്യമാകുന്നുവോ, ആ നിമിഷം ലിബറലിസവും പരാജയത്തിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നുള്ളത് കമ്മ്യൂണിസമാണ്. 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു വ്യവസ്ഥയായിരുന്നു കമ്മ്യൂണിസം. ലോകത്തിന്റെ 40% ഭൂവിഭാഗങ്ങളെയും കൈയടക്കി വച്ചിരുന്ന ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയുടെ പേരായിരുന്നു കമ്മ്യൂണിസം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഘട്ടത്തിൽ അത്തരമൊരു കമ്മ്യൂണിസം നിലവിലില്ല. അത് സോവിയറ്റ് യൂണിയനില്ല. സോവിയറ്റ് യൂണിയന് ശേഷം നിലവിൽ വന്ന പ്രവിശ്യകളിൽ കമ്മ്യൂണിസം നിലനിൽക്കുന്നില്ല. ചൈനയിൽ കമ്മ്യൂണിസത്തിന്റെ പേരുണ്ട്. കമ്മ്യൂണിസത്തിന്റെ പേരിൽ അവർ നടത്തുന്നത് മുതലാളിത്തമാണ്. സമഗ്രാധിപത്യം നിലനിർത്തുന്നതിനുള്ള ഒരു ഉപാധി എന്നതിലുപരി പാവപ്പെട്ടവന്റെ സഹായത്തിനെത്തുന്ന ഒരാശയം എന്നുള്ള നിലയിൽ ചൈനയിൽ ഇന്ന് കമ്മ്യൂണിസം നിലനിൽക്കുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നോ കമ്മ്യൂണിസത്തെ തള്ളിക്കളഞ്ഞു. കമ്മ്യൂണിസം എന്ന ആശയം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തിന് ഒരു നന്മയും നൽകിയില്ലെന്നു മാത്രമല്ല, മനുഷ്യകുലത്തിന് ഒട്ടേറെ തിന്മകൾ അത് സംഭാവന ചെയ്യുകയും ചെയ്തു. എത്രയോ കോടി മനുഷ്യരെയാണ് സോവിയറ്റ് യൂണിയനിലും ചൈനയിലും ഹംഗറിയിലും കംബോഡിയയിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലുമായി കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്വം കൊന്നുതള്ളിയിട്ടുള്ളത്. ഈ കൊന്നുതള്ളിയ കഥ കോഴിക്കോട് ഹിറാ സെന്ററിൽ നിന്നോ വെള്ളിമാടുകുന്നിൽ നിന്നോ മെനഞ്ഞുണ്ടാക്കുന്ന കഥയല്ല. ആ കഥ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ തന്നെയാണ്, ചൈന തന്നെയാണ്, ഹംഗറി തന്നെയാണ്, പോളണ്ട് തന്നെയാണ്, കംബോഡിയ തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത്. അത് വിവർത്തനം ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്നത്
പ്രബോധനമല്ല, IPH അല്ല, മറിച്ച് ആ മുഴുവൻ അക്രമങ്ങളുടെയും ക്രൂരതകളുടെയും കഥ നമ്മിലേക്ക് എത്തിക്കുന്നത് ചിന്താ പബ്ലിക്കേഷൻസ് ആണ്, ദേശാഭിമാനി ബുക്സ് ആണ്, ഈ രാജ്യത്തിലുള്ള മറ്റു സിദ്ധാന്തങ്ങളാണ്. കമ്മ്യൂണിസത്തിന്റെ പേരിൽ നടന്ന സമഗ്രാധിപത്യവും ആ സമഗ്രാധിപത്യം മൂലമുണ്ടായിട്ടുള്ള കൂട്ടക്കൊലകളും എത്രമാത്രം തീക്ഷണമായിരുന്നുവെന്ന് നമ്മോട് പറഞ്ഞു തന്ന് അതിനെ പിന്തുണച്ചതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസത്തിലെ ഇന്ത്യയിലെ താത്വികാചാര്യൻ സഖാവ് EMS നമ്പൂതിരിപ്പാട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് എന്നും നമ്മൾ ഓർക്കണം. ഇന്ന് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചുവപ്പ് പതാകകൾ പിടിച്ചു നടക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ പേരിൽ കേരളമടക്കം ചില സംസ്ഥാനങ്ങളിലോ ഭൂമിയുടെ കഷ്ണത്തിലോ അധികാരം വാഴുന്നുണ്ടെങ്കിൽ, അവർ കമ്മ്യൂണിസത്തിന്റെ പേരുപയോഗിക്കുക എന്നതല്ലാതെ ഞങ്ങൾ കമ്മ്യൂണിസത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്, ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ വക്താക്കളാണ്, ഞങ്ങൾ അതിന്റെ പ്രചാരകരാണ്, ഞങ്ങളതിന്റെ പ്രണേതാക്കളാണ്, ഞങ്ങളതിന്റെ പ്രയോക്താക്കളാണ്, നിങ്ങൾ വരൂ, കമ്മ്യൂണിസത്തിന്റെ ആശയം വെച്ചുകൊണ്ട്, കമ്മ്യൂണിസം ഒരു നൂറ്റാണ്ടുകാലം ലോകത്തിന് നൽകിയ സംഭാവനകൾ വെച്ചുകൊണ്ട് നമുക്ക് സംവദിക്കാമെന്ന് പറയാൻ ത്രാണിയുള്ള ഒരു വിഭാഗത്തെയും നമുക്ക് തെരഞ്ഞിട്ടെവിടെയും കാണുന്നില്ല എന്നതാണ് വസ്തുത. ഞാൻ പറഞ്ഞു വരുന്നത്, മുതലാളിത്ത സാമ്രാജ്യത്വമാകട്ടെ, ലിബറലിസം ആകട്ടെ, കമ്മ്യൂണിസം ആകട്ടെ, ഇന്ന് ലോകത്തിനൊന്നും ചെയ്യാൻ ഇല്ല എന്ന ഒരു ഗതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോഴാണ് മോഡേണിസ്റ്റ് ചിന്താഗതികളെ മുഴുവൻ, എല്ലാ ബൃഹദാഖ്യാനങ്ങളെയും ഗ്രാൻഡ് നരേഷനുകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ആധുനികോത്തര ലോകം, ആധുനികാനന്തര ലോകം എന്ന ഒരു വീക്ഷണം മുന്നോട്ട് വെക്കുന്നത്. ആ വീക്ഷണം എന്താണ് എന്ന് ഇതുവരെ ആരും നിർവചിച്ചിട്ടില്ല. ആ വീക്ഷണവും ഇതുപോലെയുള്ള ഒരു ഗ്രാൻഡ് നരേഷൻ ആണ് എന്നുള്ളതല്ലാതെ പോസ്റ്റ് മോഡേണിസത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി ഒരു തീർപ്പിൽ ഇതുവരെയും എത്തിക്കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മോഡേണിറ്റിയുടെയും പോസ്റ്റ് മോഡേണിറ്റിയുടെയും ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, ലോകത്തെ നയിക്കുന്ന വ്യവസ്ഥയേത്, ലോകത്തെ നയിക്കുന്ന സിദ്ധാന്തമേത് എന്നതിനെ സംബന്ധിച്ച് ഇനിയും നമ്മൾ ഒരു തീർപ്പിലെത്തേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം എഴുന്നേറ്റു നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ചൂഷണാത്മകമായ ഈ ലോകമുണ്ടല്ലോ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോകം, ആ ലോകത്തിന് കിടപിടിക്കാവുന്ന ഒരു ലോകമുണ്ടായിരുന്നു, അത് കമ്മ്യൂണിസ്റ്റ് ലോകമാണ്. ആ ലോകം USSRന്റെ തകർച്ചയോടുകൂടി 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെ പതിറ്റാണ്ടോടുകൂടി അത് തകർന്നടിഞ്ഞു. അതിനി ഇല്ല. അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കുഞ്ഞു പോലും ഇന്ന് ലോകത്തില്ല എന്നുള്ളതാണ് വസ്തുത. അതിനെ പ്രതിരോധിക്കുന്നവർ പോലും, അതിനെ സംരക്ഷിച്ചു നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും പ്രാകൃത സോഷ്യലിസത്തെ അംഗീകരിക്കുന്നവരല്ല, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെ അംഗീകരിക്കുന്നവരല്ല, ശാസ്ത്രീയ സോഷ്യലിസത്തെ അംഗീകരിക്കുന്നവരല്ല. ഈ ഭരണകൂടം തന്നെ ഒഴിഞ്ഞു പോകും എന്ന് പറയുന്ന ഉട്ടോപ്പിയെ പ്രതിനിധീകരിക്കുന്നവരല്ല. ആരെങ്കിലും പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഏതാനും വിമോചന സങ്കല്പങ്ങൾ കമ്മ്യൂണിസത്തിലുണ്ട്, നവോത്ഥാന മൂല്യങ്ങൾ കമ്മ്യൂണിസത്തിലുണ്ട്. ആ നവോത്ഥാന മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർക്കാം എന്ന് പറയുന്നവർ മാത്രമാണ്. കമ്മ്യൂണിസം എന്ന സാകല്യത്തോട്, കമ്മ്യൂണിസത്തിന്റെ ചരിത്രത്തോട്, കമ്മ്യൂണിസത്തിന്റെ ആശയത്തോട് ഇന്ന് കൂറ് പുലർത്തുന്ന, പ്രതിബദ്ധത പുലർത്തുന്ന
അതിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയാണ് വാദിക്കുന്നത് എന്ന് പറയുന്ന ഒരാളെയും നിങ്ങൾക്ക് ഇന്ന് ലോകത്ത് കാണാൻ കഴിയുകയില്ല എന്നാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി മനുഷ്യാരംഭം മുതൽ മനുഷ്യന് ലഭിച്ചിട്ടുള്ള സന്മാർഗമായ ഇസ്ലാമിന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ചിട്ടുള്ള ഇസ്ലാമിക ആശയങ്ങളുടെ നിലപാടുതറയിൽ നിന്നുകൊണ്ട്, അതിൻ്റെ വിശ്വാസ തറയിൽ നിന്നുകൊണ്ട്, അതിൻ്റെ നിയമസംഹിതയുടെ തറയിൽ നിന്നുകൊണ്ട്, അതിൻ്റെ കുടുംബ വീക്ഷണത്തിൻ്റെ തറയിൽ നിന്നുകൊണ്ട്, അതിൻ്റെ സാമൂഹ്യ വീക്ഷണത്തിൻ്റെ തറയിൽ നിന്നുകൊണ്ട്, അതിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ തറയിൽ നിന്നുകൊണ്ട്, അതിൻ്റെ സൈദ്ധാന്തികവും ഫിലോസഫിക്കലുമായിട്ടുള്ള വീക്ഷണത്തിൻ്റെ നിലപാട് തറയിൽ നിന്നുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ഞങ്ങൾ പൂർണ്ണമായ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ കമ്മ്യൂണിസത്തെ വിട്ടുകളഞ്ഞുവെങ്കിൽ ഞങ്ങൾക്ക് ഇസ്ലാമിനെ വിട്ടുകളയുക സാധ്യമല്ല. നിങ്ങൾ ആദർശ സമരത്തോട് വൈമുഖ്യം കാണിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ആദർശ സമരവും നിർത്തിവെക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾക്ക് ആദർശ സമരം മാത്രമേ അറിയൂ. ഞങ്ങൾക്ക് വെട്ടാനറിയില്ല, ഞങ്ങൾക്ക് കുത്താനറിയില്ല, ഞങ്ങൾക്ക് 51 വെട്ടി മുർത്തദ്ദുകളെ കൊന്നു തീർക്കാൻ അറിയില്ല. ഞങ്ങൾക്കറിയുന്നത് ആദർശ തരത്തിലുള്ള സംവാദം മാത്രമാണ്. ആ സംവാദത്തിന് നിങ്ങൾ വരൂ എന്നാണ് നാം പറയുന്നത്. ഈ ഇസ്ലാമാണ് ഇന്ന് സാമ്രാജ്യത്വ ലോകത്തിന് മുമ്പിൽ ഏക വെല്ലുവിളിയായി നിൽക്കുന്നത്. അത് വെല്ലുവിളിയായി നിൽക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിം രാജ്യങ്ങളിലൊന്നും തന്നെ ജനാധിപത്യ സംവിധാനങ്ങൾ വരുന്നത്, മുതലാളിത്തം ഇഷ്ടപ്പെടാത്തത്. എവിടെ ജനാധിപത്യത്തിലേക്ക്, ഏകാധിപത്യത്തിൽ നിന്ന് വഴിതിരിയുന്നുണ്ടോ അവിടെ സൈന്യത്തെ അയച്ചുകൊണ്ട്, ഡോളറുകളും റിയാലുകളും അയച്ചുകൊണ്ട്, യൂറോകളും അതുപോലെ തന്നെ മറ്റ് നാണയങ്ങളും അയച്ചുകൊണ്ട് ആ വിപ്ലവത്തെ, ജനകീയ വിപ്ലവത്തെ, ജനാധിപത്യ പ്രക്രിയയെ തടഞ്ഞു നിർത്തുന്നതും കൊന്നു തീർക്കുന്നതും യഥാർത്ഥത്തിൽ ഇസ്ലാമിക ജനാധിപത്യവും ഇസ്ലാമിക വിശ്വാസവും ഇസ്ലാം കയ്യേൽക്കുന്ന സ്വാതന്ത്ര്യവും ചൂഷണാത്മകമായ ലോകത്തിന്റെ മുമ്പാകെ വെല്ലുവിളിയായി നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ ഉള്ളിൽ കടന്നെത്തി മുസ്ലിം സമൂഹത്തിലേക്ക് ചെന്നെത്തി അവിടെ നിന്ന് ഇസ്ലാമിനെ തെറ്റായി പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾക്ക് ജന്മം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് IS എന്ന പേരിലാകാം, മറ്റേതെങ്കിലും പേരിലാകാം. ഇസ്ലാം ക്രൂരതയുടെയും ഇസ്ലാം ദ്രംഷ്ടങ്ങളുടെയും ഇസ്ലാം വാളുകളുടെയും ഇസ്ലാം ആളുകളെ കൊല്ലുന്നതിന്റെയും ആശയമാണ് എന്ന് ലോകത്തോട് പറയാൻ പാകത്തിലുള്ള സംഘത്തെ അമേരിക്കയിലും ഇസ്രായേലിലും കൊണ്ടുപോയി പരിശീലിപ്പിച്ച് തെറ്റായ പ്രതിനിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഇസ്ലാമാകുന്ന ശീതള ഛായ ഈ ലോകത്തിന് നേരെ മേൽ നിഴൽ വിരിക്കുന്നത് ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് നമ്മൾ കരുതിയിരിക്കണം. അതുകൊണ്ട് ഇസ്ലാം വെല്ലുവിളികളെ നേരിടുകയല്ല ചെയ്യുന്നത്. ചൂഷണാത്മകമായ ലോകത്തിന് മുമ്പിൽ ഇസ്ലാം ഒരു വെല്ലുവിളിയായി ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലോകാടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന പ്രവണതയല്ല, മറിച്ച് ഈ പ്രവണത നമുക്ക് ഇന്ത്യയിലും കാണാൻ കഴിയുന്നതാണ്. ഇന്ത്യയിൽ ഫാസിസമാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. ആ ഫാസിസം വർഗീയ ഫാസിസമാണ്. ആ ഫാസിസം ഒരു വംശാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഫാസിസമാണ്. ആ ഫാസിസം യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് ഇസ്ലാമിന്റെ ഒരു നല്ല കാലമുണ്ടായിരുന്നു ഇവിടെ, അതിനെക്കുറിച്ചാണ് അവർ ഭയപ്പെടുന്നത്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ സമത്വത്തിൽ വിശ്വസിക്കുന്ന, മനുഷ്യ സമാധാനത്തിൽ വിശ്വസിക്കുന്ന, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന നന്മേച്ഛുക്കളായ ഇസ്ലാമി സമൂഹത്തിന്റെ കരങ്ങളിലേക്ക് ഈ രാജ്യത്തിന്റെയോ
രാജ്യത്തിലെ ഏതെങ്കിലും ഭൂവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെയോ നേതൃത്വത്തിലേക്ക് ആ നല്ലവരായ മനുഷ്യർ, നല്ലവരായ ആശയം കടന്നു വരികയാണെങ്കിൽ അതോടുകൂടി വംശാധിപത്യത്തിന്റെയും വർണ്ണവെറിയുടെയും ദിവസങ്ങൾ അവസാനിക്കും എന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ നാട്ടക്കുറിയായി നിർത്തിക്കൊണ്ട് ഇവിടെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിക്കാനുള്ള അവകാശം, അവർക്ക് സംസാരിക്കാനുള്ള അവകാശം, അവരുടെ വിശ്വാസ സംഹിത അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവകാശം, അവർക്ക് ആരാധനകൾ നിർവഹിക്കാനുള്ള അവകാശം, ആ അവകാശങ്ങൾ പല പേരിലും ഇവിടെ തടയപ്പെടുന്നു. മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കാനായി ഇസ്ലാമിക ആശയങ്ങളെയും ഇസ്ലാമിന്റെ ചരിത്ര വ്യക്തിത്വങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായും നാം കാണുന്നു. ജിഹാദിനെ കുറിച്ച് പറയുന്നു, തലാഖിനെ കുറിച്ച് പറയുന്നു, ബഹുഭാര്യത്വത്തെ കുറിച്ച് പറയുന്നു. അതുപോലെ ഇസ്ലാമിൽ അവർ തെറ്റെന്ന് വിചാരിക്കുന്നതും ഇസ്ലാമിൽ ഉണ്ട് എന്നവർ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതുമായ മനുഷ്യോന്മുഖമല്ലാത്ത കാര്യങ്ങളെ അവർ ജനങ്ങളുടെ മുമ്പാകെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നിറങ്ങൾ നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ അവതരണത്തെയും നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിലെ ഫാഷിസം നിലനിൽക്കുന്ന അടിത്തറ എന്ന് പറയുന്നത് രണ്ടടിത്തറകളാണ്. ഒന്ന് ഇസ്ലാമോഫോബിയയുടെ അടിത്തറ, ഇസ്ലാമോഫോബിയയുടെ അടിത്തറയാണ്. രണ്ടാമത്തേത് മുസ്ലിം നഫ്രത്തിന്റെ അടിത്തറയാണ്, മുസ്ലിം വെറുപ്പിന്റെ അടിത്തറയാണ്. ഈ അടിത്തറയിലാണ് ഇന്ത്യയിലെ ഫാസിസം നിലനിൽക്കുന്നത്, അതിലാണ് കാലൂന്നി നിൽക്കുന്നത്. ഈ രണ്ടടിത്തറകളും നഷ്ടപ്പെട്ടു പോയാൽ ഫാസിസത്തിന് പിന്നീട് ഇന്ത്യയിൽ വേരുകളില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ വേരുകളിൽ ഊന്നു നിന്നുകൊണ്ടാണ് പാവപ്പെട്ടവനെ ഈ രാജ്യം ചൂഷണം ചെയ്യുന്നത്. ആ വേരിൽ ഊന്നി നിന്നുകൊണ്ടാണ് നോട്ട് നിരോധം നടപ്പാക്കിയത്. ആ വേരിൽ ഊന്നി നിന്നുകൊണ്ടാണ് പെട്രോളിന്റെയും മറ്റവശ്യ സാധനങ്ങളുടെയും വിലവർദ്ധനവിനെതിരായിട്ടുള്ള സമരം പിടിച്ചു നിർത്തുന്നത്. ആ നിലപാടു തറയിൽ, ആ ശത്രുതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയ കോവിഡ് പ്രതിരോധത്തിന്റെ ദുഷ്പ്രവണതകളെയും ആ സമയത്തെ കെടുകാര്യസ്ഥതയെയും അവർ മറച്ചു വെക്കുന്നത്. ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും പ്രയാസമനുഭവിക്കുന്നത്, ദുരന്തമനുഭവിക്കുന്നത്, പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്കും തൊഴിലില്ലായ്മയിൽ നിന്ന് തൊഴിലില്ലായ്മയിലേക്കും നീങ്ങുന്നത് യഥാർത്ഥത്തിൽ ഈ ഫാസിസം കാരണമായിട്ടാണ്. ആ ഫാസിസത്തിന്റെ നിലനിൽപ്പാകട്ടെ ഇസ്ലാം വിരുദ്ധതയിലും ഇസ്ലാമോഫോബിയയിലും മുസ്ലിം വെറുപ്പിലുമാണ്. അപ്പോഴാണ് നാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുന്നത്, നിങ്ങൾ വെറുക്കുന്നത് പോലെയല്ല, നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയല്ല ഇസ്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയല്ല. ഇത് സമത്വത്തിന്റെ മതമാണ്. ഈ രാജ്യം അസമത്വത്തിൻ്റെതായ ശ്രേണീബന്ധങ്ങളുടെ ഒരു രാജ്യമാണ്. ജാതീയ വ്യവസ്ഥയുടെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യത്ത് ഇസ്ലാമിന്റെ സാഹോദര്യം എത്രമേൽ ആവശ്യമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവിടുത്തെ എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ നിങ്ങൾ ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ പ്രവാചക സങ്കല്പത്തെക്കുറിച്ചും ഇസ്ലാമിന് മനുഷ്യന്റെ ഭൗതിക ജീവിതത്തോടുള്ള വീക്ഷണത്തെക്കുറിച്ചും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പഠിച്ചു നോക്കൂ. ഇസ്ലാമിന്റെ സാമൂഹ്യ ഘടനയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിലെ സാഹോദര്യത്തെ നിങ്ങൾ വിലയിരുത്തി നോക്കൂ. ഇസ്ലാമിക സാമ്പത്തിക സംവിധാനത്തിലെ സക്കാത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പലിശരഹിതമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയെ കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. ധനം മുഴുവൻ ഒരാളിൽ മാത്രം, ധനികരിൽ മാത്രം കുന്നുകൂടാത്ത എല്ലാ സാധാരണക്കാരിലേക്കും ധനം ഒഴുകിയെത്തുന്ന സമ്പ്രദായങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിനുവേണ്ടിയുള്ള സക്കാത്തിനെ കുറിച്ച്, അതിനുവേണ്ടിയുള്ള പലിശരഹിത വ്യവസ്ഥയെക്കുറിച്ച്, അതിനുവേണ്ടിയുള്ള അനന്തരാവകാശ സ്വത്തിന്റെ വിഭജനത്തെക്കുറിച്ച് എല്ലാം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.
അങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ രാജ്യത്ത് വെറുക്കപ്പെടേണ്ട ഒരു കാര്യമല്ല ഇസ്ലാം. ഈ രാജ്യത്ത് ഇസ്ലാം അതിന്റെ സാഹോദര്യം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇവിടത്തെ ക്രൂരമായ ജാതീയ വ്യവസ്ഥകളിൽ നിന്ന് ഈ കേരളത്തെ മോചിപ്പിക്കുന്നതിൽ ഇസ്ലാം അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. വെറുക്കപ്പെടേണ്ടവരല്ല മുസ്ലിം സമുദായം, മറിച്ച് പ്രതീക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് മുസ്ലിം സമൂഹം. ഈ കാര്യവും ഇസ്ലാമിക സമൂഹത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ഇസ്ലാമികാദർശത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളോട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഈ ക്യാമ്പയിനിന്റെ സന്ദേശം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ അവഹേളിക്കാനല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോട് ശത്രുതയുണ്ടാക്കി തീർക്കാനല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ഫാസിസത്തിന്റെ വേരുകൾ അറുത്തു മുറിച്ച് മാറ്റണമെങ്കിൽ പകരമായി ഇസ്ലാമിനോടുള്ള സ്നേഹവും ഇസ്ലാമിനോടുള്ള ബഹുമാനവും ഇസ്ലാമിനോട് അനുകൂലമായിട്ടുള്ള ഒരു സമീപനവും രാജ്യനിവാസികളിൽ വളർത്തിയെടുക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്നതുകൊണ്ടാണ് വാക്കുകൾ കൊണ്ടും എഴുത്തുകൾ കൊണ്ടും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും മാത്രമല്ല സ്വന്തം ജീവിതം ഈ രാജ്യനിവാസികളുടെ മുമ്പാകെ തുറന്നു വെച്ചും അവരെ സ്നേഹിച്ചും അവരുടെ സ്നേഹം ഏറ്റുവാങ്ങിയും അവരെ സേവിച്ചും അവരിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സംസാരിച്ചും മർദ്ദിതർക്ക് വേണ്ടി ശബ്ദമുയർത്തിയും നാം ഈ കമ്മ്യൂണിറ്റിയിൽ നിലകൊള്ളുന്നത്. അതാണ് ഇസ്ലാമിന്റെ പ്രചാരണം എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള സംവാദം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യവും കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ ഫാസിസത്തിന് ശത്രുക്കൾ 3 എന്ന് അവർ തന്നെ വേർതിരിച്ചു നിർത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഒതുക്കാനുള്ളത് ക്രൈസ്തവരാണ്. അതിനെയും കൂടി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് കൈകാര്യം ചെയ്യാനുള്ളത് കമ്മ്യൂണിസമാണ്. ഈ ക്രമത്തിൽ തന്നെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ക്രമത്തിൽ തന്നെ അവരുടെ പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെ നാട്ടക്കുറികളായ വിഭാഗങ്ങളും സമുദായങ്ങളുമാണോ ഫാസിസത്തിനെതിരെ ഉറച്ച കാൽവെപ്പുകൾ നടത്തേണ്ടത്, കൈകോർത്ത് പിടിച്ച് മുന്നേറേണ്ടത്, ആ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനും ചേരിതിരിവുകൾ ഉണ്ടാക്കാനും പോളറൈസേഷൻ ഉണ്ടാക്കാനുമുള്ള ശ്രമത്തിൽ ഫാസിസ്റ്റുകൾ എത്രമേൽ വിജയിക്കുന്നു എന്ന് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാം സംവാദത്തെക്കുറിച്ചും ക്രൈസ്തവ മുസ്ലിം എൻഗേജ്മെന്റുകളെ കുറിച്ചും ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യർക്കും മനസ്സിലാക്കാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ വേരോടെ മനസ്സിലാക്കുന്നു. മാത്രമല്ല അതിന്റെ പ്രചോദനങ്ങളെ കുറിച്ചും അതിന്റെ ആശയങ്ങളെ കുറിച്ചും തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഈ വിഭജനത്തിന് എങ്ങനെയാണ് പരിഹാരം നിർണയിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ഒരു മൗലിക പ്രമേയമായി ഉയർന്നു വരുമ്പോൾ തന്നെ ഈ തലക്കെട്ടിൽ പറയുന്നത് ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്നാണ്. ഒന്നാമത്തേത്, ഇത് കേവലമായ ഒരു ആശയ സംവാദമാണ്. ഈ ആശയ സംവാദം എന്ന് പറയുമ്പോൾ പരസ്പരം ശണ്ടകൂടലാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. പരസ്പരം മൈക്ക് കെട്ടിക്കൊണ്ട് മറുപടിയുടെ മറുപടിയും പറയലാണ് എന്നും നമ്മൾ വിചാരിക്കുന്നില്ല. മറിച്ച് ഈ ആശയ സംവാദം സൗഹാർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കേണ്ട സംവാദമാണ്. ആശയ സംവാദവും സൗഹാർദ്ദവും വിപരീതമായ രണ്ടാശയങ്ങളാണെന്ന് ഈ കേരളം, ചുരുങ്ങിയത് ഈ കേരളമെങ്കിലും അടുത്ത കാലത്തൊന്നും വിചാരിച്ചിരുന്നില്ല. നിങ്ങൾ ആശയം സംസാരിക്കുമ്പോൾ ശണ്ട കൂടുകയാണ് എന്നൊരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. ആശയം സംസാരിക്കുമ്പോൾ അത് കലാപത്തിന് കാരണമായി തീരും എന്നും ആരും മനസ്സിലാക്കിയിരുന്നില്ല. ആശയങ്ങൾ സംസാരിക്കാനില്ലാത്തവർ ആശയ സംവാദത്തെ കലാപത്തിൻ്റെതായി മനസ്സിലാക്കി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഈ ആശയ സംവാദം നമ്മൾ ഉദ്ദേശിക്കുന്നത് സൗഹാർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു മനുഷ്യജാതി എന്നുള്ള നിലയിൽ, ഒരു രാജ്യത്ത് ജീവിക്കുന്നവരെന്നുള്ള നിലയിൽ,
ഒരു ഭാഷ സംസാരിക്കുന്നവരെന്നുള്ള നിലയിൽ, ഒരേ ഭൂവിഭാഗത്തിന്റെ പ്രകാശവും ഓക്സിജനും പങ്കിടുന്നവർ എന്നുള്ള നിലയിൽ, ഇവിടുത്തെ വെള്ളവും മണ്ണും പങ്കിടുന്നവർ എന്നുള്ള നിലയിൽ നമുക്കൊന്നു ചേർന്ന് നമ്മുടെ വിജയത്തിലേക്കും നമ്മുടെ ഭാവിയിലേക്കും എങ്ങനെ പ്രയാണം ചെയ്യാം, അതിൻ്റെ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് അന്വേഷിക്കുകയും ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ആത്മാഭിമാനത്തോടുകൂടി പറയുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ ആശയ സംവിധാനം എന്ന് പറയുന്നത്, ഈ ആശയ സംവാദം എന്ന് പറയുന്നത്. ഈ ആശയ സംവാദത്തെ നമ്മൾ ഒരു സൗഹൃദത്തിന് വിരുദ്ധമായ, ഐക്യത്തിന് വിരുദ്ധമായ ഒരാശയമല്ല, ഒരു കാരണവശാലും മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരാശയമായിട്ടല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ളവരും പങ്കെടുക്കാനിരിക്കുന്നവരുമായ എല്ലാ സഹോദരങ്ങളോടും സഹോദരികളോടും എനിക്ക് പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ ക്യാമ്പയിനിന് നേതൃത്വം നൽകുന്നത്. എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന് അർഹതയുണ്ടെന്നല്ലേ? ജമാഅത്തെ ഇസ്ലാമി 1948 മുതൽ ഇസ്ലാം എന്ന ആശയത്തെ യാതൊരു വെട്ടിച്ചുരുക്കലും കൂടാതെ, യാതൊന്നും കൂട്ടിച്ചേർക്കാതെ, ഒരു മാറ്റത്തിരുത്തും വരാതെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. തല ഉയർത്തി നിന്ന് പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം. രാജ്യത്തിന്റെ എല്ലാ ഭാഷകളിലും ഖുർആൻ പരിഭാഷകൾ ഇറക്കിയിട്ടുള്ള പ്രസ്ഥാനം. രാജ്യത്തിന്റെ എല്ലാ ഭാഷകളിലും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന പ്രൗഢമായ സാഹിത്യ സമ്പത്ത് പ്രതിനിധാനം ചെയ്തിട്ടുള്ള പ്രസ്ഥാനം. ഏത് വേദിയിലും, ഏത് സ്റ്റേജിലും, ഏത് പേജിലും ഇസ്ലാമിനെ മാത്രം പ്രതിനിധീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇസ്ലാമിന്റെ നവോത്ഥാനത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ ദശസന്ധിയിൽ നിങ്ങളുടെ മുമ്പാകെ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇത്ര ശക്തമായി പ്രവർത്തിച്ചിട്ടും, ഇത്ര പൂർണ്ണമായി ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകരിൽ നിന്ന് ഏതെങ്കിലും തീവ്രവാദ പ്രവണതയോ ഏതെങ്കിലും ഭീകരവാദ പ്രവണതയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ചെറിയൊരു നിയമലംഘനത്തിന് പോലും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ഇതുവരെ ഏതെങ്കിലും ഒരു കേസിനെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ സംശുദ്ധമായ ചരിത്രത്തോടുകൂടി, സംശുദ്ധമായിട്ടുള്ള ജീവിത റെക്കോർഡോടുകൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുകൊണ്ട്, ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങളോട് സംവദിക്കാനിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് കേൾക്കാം, നമുക്കിതിനോട് സംവദിക്കാം, നമ്മുടെ സംശയങ്ങൾ ഇതിനോട് ചോദിക്കാം, ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം. യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കാം, വിയോജിക്കേണ്ടി വരുന്നവയിൽ വിയോജിക്കാം. അങ്ങനെ തെറ്റിൽ നിന്ന് ശരിയിലേക്കും, ശരിയിൽ നിന്ന് കൂടുതൽ വലിയ ശരിയിലേക്കും നമുക്ക് അനുസ്യൂതം പ്രയാണം നടത്താം. ഈ സംവാദത്തിന്റെ അന്തരീക്ഷം നിങ്ങൾ കെട്ടടങ്ങാനാണ് വിടുന്നതെങ്കിൽ, ഇതിനെ നിങ്ങൾ അനുവദിക്കുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവുക സഫോക്കേഷനാണ്. ആ സഫോക്കേഷൻ, ആ ഒരു തരത്തിലുള്ള മന്ദിപ്പ് കേരള ജനത ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കും സംസാരിക്കാൻ വയ്യ, ഇവർക്കും സംസാരിക്കാൻ വയ്യ. സംസാരിക്കുകയാണെങ്കിൽ അത് തീവ്രവാദമാണ്, ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തീവ്രവാദമാണ്. പക്ഷേ ആ വേലിക്കെട്ടുകളെയാണ്, നിങ്ങൾ അടച്ചു വെച്ച വാതായനങ്ങളെയാണ് ഞങ്ങൾ തുറന്നു വിടുന്നത്. നിങ്ങൾ അടച്ചു വെച്ച വാതിലുകൾക്കുള്ളിലൂടെയാണ് നിങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നതും നിങ്ങൾക്ക് നമ്മിലേക്ക് പ്രവേശിക്കാൻ അവസരം നൽകുന്നത്. അതുകൊണ്ട് ഈ സ്തബ്ധാവസ്ഥയുടെ മുഴുവൻ വാതിലുകളും തുറന്നിട്ടുകൊണ്ട്, ആശയ സംവാദത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് പുതിയൊരു വഴിയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ, നേരത്തെ നാം പരിചയിച്ചു മറന്നിട്ടുള്ള ആ വഴിയിലേക്ക് വീണ്ടും കേരളത്തിന്റെ അന്തരീക്ഷത്തെ കൊണ്ടുവരാൻ, അങ്ങനെയുള്ള കലാവിഷ്കാരങ്ങളെയും അങ്ങനെയുള്ള സാംസ്കാരികാവിഷ്കാരങ്ങളെയും അങ്ങനെയുള്ള പ്രഭാഷണങ്ങളെയും അങ്ങനെയുള്ള എഴുത്തുകളെയും
ത്രസിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷം പുഷ്കലമാക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രവർത്തകരോടുള്ള എന്റെ ആഹ്വാനം, ഇന്നു മുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്.